സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി സാധകരെ, മസ്നബിയെ മഅനബിയുടെ ഇന്നലത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ചത് മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. ഓരോ വസ്തുക്കളോട്, പദാർത്ഥ തലത്തിലെ കാമനകളോട്, മോഹങ്ങളോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന മാനസിക തലത്തെ ഗുരു എങ്ങനെയാണ് അവിടെ പ്രകാശം നിറയ്ക്കാൻ, അതിനെ കണ്ടെത്തി അതിനെ പ്രകാശത്തിലേക്ക് വഴി നയിക്കുന്നത് എന്നതിലേക്ക് സൂചന നൽകുകയായിരുന്നു ഹൃദയഗുരു ജലാലുദ്ദീൻ റൂമി. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ആ കഥാഭാഗത്തിൽ ആ പെൺകുട്ടിയുടെ മിടിപ്പ് പരിശോധിച്ചുകൊണ്ട് ഓരോരോ ചോദ്യങ്ങളിലൂടെ അതിൻ്റെ പൊരുളിലേക്ക്, ആ മനസ്സിൻ്റെ കാമനകൾ എവിടെ കുടുങ്ങിക്കിടക്കുന്നോ എന്നതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൽ രോഗനിർണയം നടത്തി അതിൻ്റെ രോഗശമനത്തിനുള്ള വഴി പറഞ്ഞു തരികയാണ് ഈ ഭാഗത്തിലൂടെ ഗുരു ചെയ്യുന്നത്. ഇന്ന് ഡേ 49, 7/2, 149, 150, 151, 152, 153 ഈരടികൾ ആണ് നമ്മളിന്ന് അറിയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫാരിസി വരികൾ ആദ്യം വായിക്കാം. ദസ്ത് ബർ നബ്സഷ് നഹാദോ യക് ബയക് ബാസ്മി പുർസീദ അസ് ജോറെ ഫലക് ചൂൻ കസീറ ഖാർ ദർ പായഷ് ജഹദ് പായ ഖൂദ് റാ ബർ സരെ ജാനോ നഹദ് വസ് സർസൂസൻ ഹമി ജൂയദ് സരഷ് വർനയാബദ് മീ കുനദ് ബാലബ് തരഷ് ഖാർ ദർ പാശുദ് ചുനീൻ ദുശ്വാർ യാബ് ഖാർ ദർ ദിൽ ചൂൻ ബുവദ് വാദേ ജവാബ് ഖാർ ദർ ദിൽ ഗർ ബിദീദി ഹർ ഖസി ദാസ്ത് കി ബുദി ഗമാൻ റാബർ കസി. ഇത്രയുമാണ് അതിൻ്റെ കഥാഭാഗത്തെ വരികൾ. ഇതിൻ്റെ കഥാതലത്തിൽ ആദ്യം നമുക്കതിൻ്റെ പരിഭാഷ തലത്തിലൂടെ നമുക്ക് പോകാം, പിന്നെ അതിൻ്റെ പൊരുളിലേക്ക് കടക്കാൻ ശ്രമിക്കാം. ദസ്ത് ബർ നബ്സുഷ് നഹാദോ യക് ബയക്. ഇന്നലെ ഗുരു ആ പെൺകുടിയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്ഥലം എവിടെയാണ്, അതിൻ്റെ ബന്ധങ്ങൾ എവിടെയാണ് എന്നതിനെ ചൊല്ലി. അതിൻ്റെ ദസ്ത് ബർ നബ്സഷ്, അതിൻ്റെ കൈ കൊണ്ട്, കൈയിൻ്റെ മിടിപ്പ് പിടിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ടാണ് ഓരോന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. നബ്സഷ്, നബ്സ് എന്ന് പറഞ്ഞാൽ മിടിപ്പാണ്. ഇന്നലെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഫസ്, ആ ശ്വാസത്തെക്കുറിച്ച്, നഫ്സ്, അൻഫാസ് എന്നൊക്കെ പറയുന്ന നബ്സ്. ആ ദസ്ത് ബർ നബ്സഷ്, അവളുടെ മിടിപ്പിൽ കൈ തൊട്ടുകൊണ്ട്. നഹാദ് വയക് ബഹയക്, ഓരോന്നോരോന്നായി, യക് ബഹയക്, ഓരോന്നിനും മേലെ ഓരോന്നായി ആ കൈവച്ചുകൊണ്ട്, ആ മിടിപ്പിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു കൊണ്ടേയിരുന്നു. ബാസ്മി പുർസീദ് അസ് ജോറെ ഫലക്, അവളുടെ ഈ വിഷമസന്ധിയെക്കുറിച്ച്, ഈ വിഷമസന്ധിയുടെ ഓരോ ഘട്ടത്തെക്കുറിച്ചും പിന്നെയും ചോദിച്ചു കൊണ്ടിരുന്നു. ചൂൻ കസീറ ഖാർ ദർ പായഷ് ജഹദ്. ചൂൻ കസീറ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഖാർ ദർ പായഷ് ജഹദ്, അതിൻ്റെ കാലിൽ മുള്ളു തറച്ചാൽ, ആരുടെയെങ്കിലും കാലിൽ മുള്ളു തറച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുക? പായഹൂദ് റാബർ സറേ ജാനൂ നഹദ്, നമ്മൾ എന്ത് ചെയ്യും? ഒരു കാലിലൊരു മുള്ളു തറച്ചാൽ ആ കാലിനെ എടുത്ത് മറ്റേ കാലിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കും, അല്ലേ? മീതെ വെക്കും. ഒരു കാലിനെ
ആ കാലിനടിയിൽ തറച്ച മുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ കാലിൻ്റെ കാൽമുട്ടിന് മുകളിൽ ആ കാല് വെച്ച് നമ്മൾ ആ സൂക്ഷ്മമായിട്ട് ആ കാലിൻ്റെ അടിയിലേക്ക് നോക്കും. വസ് സർസൂസൻ ഹമീജു യദ് സറഷ് വർനയാബദ് മീ കുനദ് ബാലബ് തറഷ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സൂചി എടുത്ത് അതിൻ്റെ അടിയിൽ, ആ കാലിൻ്റെ അടിയിൽ എവിടെയാണ് ആ മുള്ള് കുടുങ്ങിയിരിക്കുന്നത് എന്നതിനെ ഇങ്ങനെ പരതി നോക്കും. എന്നിട്ട് വർനയാബദ്, എന്നിട്ടത് കാണുന്നില്ലെങ്കിൽ, അത് ആ മുള്ള് ഇതുകൊണ്ട് തൊട്ട് നോക്കിയിട്ട്, സൂചി കൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ തലപ്പ് ജൂയെ സെറഷ്, അതിൻ്റെ ഒരു തലഭാഗം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? അതിനെ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യും? ഈ കുനദ് ബാലബ് തറഷ്. അപ്പം എന്താ ചെയ്യുക? കുറച്ച് ഉമിനീരെടുത്ത് ആക്കിയിട്ട് വീണ്ടും ആ ഭാഗത്ത് നോക്കും. ഇത് ഒരു സ്വാഭാവികമായി ചെയ്യുന്ന ഒരു സാധാരണ രീതിയെ പറയാണ്. എന്നിട്ട് പറയുന്നു ഖാർദർ പാഷുദ് ചുനീൻ ദുഷ്വാർ യാബ്. അതിൻ്റെ വലിയൊരു ദർശനത്തെക്കുറിച്ച് പറയാണ്. ഖാർദർ പാഷുദ്, ഈ കാലിൽ തറച്ച മുള്ള്, ഖാർ. ചുനീൻ ദുഷ്വാർ യാബ്, അത് കാണുക തന്നെ എത്രമാത്രം ദുഷ്വാറാണ്, എത്ര ദുഷ്കരമാണ് അത് കണ്ടെത്തുക. കാലിൽ തറച്ച മുള്ളിനെ കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. എന്നിട്ട് പറയാണ് ഖാർദർ ദിൽ ചൂൻ ഭുവദ് വാദേ ജവാബ്, ചൂൻ ഭുവദ് വാദേ ജവാബ്. എന്നാൽ ഹൃദയത്തിൽ തറച്ച മുള്ള് കണ്ടെത്തുക എത്രമാത്രം ദുഷ്കരമായിരിക്കും. ഒരു കാലിൽ തറച്ച മുള്ള് കാണണമെങ്കിൽ തന്നെ അത് കാലിനേക്ക് മേലേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ അതിസൂക്ഷ്മമായി നോക്കി അതിൽ ഉമിനീരാക്കി വീണ്ടും ഇങ്ങനെ പരതി നോക്കിയിട്ട് വേണം അത് കണ്ടെത്താൻ. എന്നാൽ തന്നെ അത് ദുഷ്കരമാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു തല കണ്ടുപിടിക്കുകയാണെങ്കിൽ. എന്നാൽ ഹൃദയത്തിൽ തറച്ച മുള്ളിനെ കണ്ടെത്തുക എന്നത് എത്രമാത്രം പ്രയാസകരമാണ്. എന്നിട്ട് പറയാണ് ഖാർദർ ദിൽ ഗർബദീദി ഹർഖസി. ഹൃദയത്തിൽ തറച്ച മുള്ള് എല്ലാ സാമാന്യ തലത്തിൽ ജീവിക്കുന്ന, എല്ലാ സാമാന്യതയിലിരിക്കുന്ന, ആത്മപ്രകാശത്തിൻ്റെ വഴിയൊന്നും സഞ്ചരിക്കാത്ത സാധാരണ ആളുകൾക്ക് പോലും അത് കണ്ടെത്താൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഖാർദർ ദിൽ ഗർബദീദി ഹർഖസി, അത്തരത്തിലുള്ള തലത്തിലുള്ളവർക്ക് പോലും അത് കാണാൻ കഴിയുകയായിരുന്നെങ്കിൽ ദസ്ത് കി ബൂദി ഗമാൻ റാബർ കസി, അങ്ങനെ ആയിരുന്നെങ്കിൽ, എല്ലാവർക്കും അത് കണ്ടെത്തി അതിനെ അവിടുന്ന് ആ മുള്ളിനെ ആ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ദുഃഖം, ഈ വേദനയ്ക്ക് ലോകത്തിൻ്റെ മേൽക്കൈ ഉണ്ടാകുമായിരുന്നു. വേദനയ്ക്ക് മേൽക്കൈ ഉണ്ടാകുമായിരുന്നില്ല. എല്ലാവർക്കും അത് കണ്ടെത്തി അതിനെ, ആ മുള്ളിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം ഈ വേദന ഇങ്ങനെ തുടരേണ്ടത്, അത് ആ വേദനയിലൂടെ വഴിയിലെത്തേണ്ടത്, അതിൻ്റെ ഓരോ അനിവാര്യതയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിനെ മുമ്പോട്ട് നയിക്കാൻ, ലോകത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ദുഃഖത്തിന്, ഈ വേദനയ്ക്ക് സാധിക്കുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഈ കഥാഭാഗത്തോടൊപ്പം തന്നെ ചില പൊരുളുകളിലൂടെ കൂടി കടന്നു പോവുകയാണ് ഗുരു. അതിൻ്റെ പരിഭാഷാഭാഗം നമുക്കൊന്ന് വായിക്കാം. ആ പെൺകുട്ടിയുടെ നാഡീമിടിപ്പ് സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുപോയ വിഷമസന്ധികളെക്കുറിച്ച് ഗുരു ചോദിച്ചുകൊണ്ടിരുന്നു. സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുപോയ വിഷമസന്ധികളെക്കുറിച്ച് ഗുരു വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ആരുടെയെങ്കിലും കാലിൽ ഒരു മുള്ള് തറച്ചാൽ ആ കാലിനെ മറ്റേ കാൽ മുട്ടിൽ കയറ്റിവെച്ച് സൂക്ഷ്മമായി നോക്കും. എന്നിട്ട് സൂചി കൊണ്ട് മുള്ളിൻ്റെ തല പരതും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ചുണ്ടിൽ നിന്നും ഉമിനീരെടുത്ത് നനച്ചു നോക്കും. കാലിൽ തറച്ച മുള്ള് കാണാൻ എത്ര ദുഷ്കരമാണ്! അതിനേക്കാൾ എത്രയോ ദുഷ്കരം ഹൃദയത്തിൽ തറച്ച മുള്ള് കാണാൻ. ഹൃദയത്തിൽ തറഞ്ഞ മുള്ള് ആത്മപ്രകാശത്തിൻ്റെ കാഴ്ചയില്ലാത്തവർക്കും
കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേദനയ്ക്ക് എല്ലാത്തിനെയും അധീനപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തിയാകാൻ കഴിയുന്നത്? ഈ വേദനയാണ് പലപ്പോഴും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തിയായിട്ട് നയിക്കുന്നത്. ഇവിടെ ചില വാക്കുകളിലൂടെ നമുക്ക് പോകാം. ആദ്യത്തെ വാക്ക് നബ്സ്. നബ്സ് എന്ന് പറഞ്ഞാൽ ആ മിടിപ്പാണ്. ഓരോ സ്പന്ദനവും, ഓരോ ഹൃദയസ്പന്ദനത്തെ, ഈ സ്പന്ദനം എന്ന് പറഞ്ഞാൽ അത് ആധ്യാത്മികമായി വളരെ പ്രധാനമാണ്. ആ നബ്സും ആ നഫ്സും, ആ ശ്വാസവും മിടിപ്പും, അത് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വളരെ സുപ്രധാനമായ ആ ജീവൻ എന്തിനു വേണ്ടിയാണോ ഓരോരുത്തരുടെയും ഉള്ളം മിടിക്കുന്നത്, ആ ഉള്ളം മിടിക്കുന്നത് എന്താണോ അതായിരിക്കും അയാൾ. ഒരു ഫിസിക്കലായിട്ടുള്ള ആ പൾസല്ല, ആ മിടിപ്പിനകത്ത് ഒരു മാനസികമായ ആധ്യാത്മികമായ ഒരു തലമുണ്ട്. എന്താണോ ലക്ഷ്യം വെക്കുന്നത്, ഒരു മനുഷ്യൻ്റെ അകമയിരിക്കുന്ന അവൻ്റെ പൂർണ്ണമായ സമർപ്പണവും പ്രണയവും ഏതൊന്നിനാണോ, അവൻ ഏതൊന്നിലേക്കാണോ അവൻ്റെ മിടിപ്പ്, ആ മിടിപ്പിൻ്റെ താളത്തിൽ അതുണ്ടാകും. ഓരോ മനുഷ്യൻ്റെയും തലത്തിൽ, അവൻ്റെ ശ്വാസഗതിയിൽ നിന്ന് ഓരോ മനുഷ്യനും ഏത് തലത്തിലിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. ദീർഘശ്വാസത്തിലിരിക്കുന്ന ആളുകൾ, ആ വയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുനിന്ന് ശ്വാസമെടുക്കുന്ന ആളുകളെക്കുറിച്ച്, അത് വളരെ സാത്വികമായ തലത്തിൽ മാനസികമായ ഭാവങ്ങളുള്ള സാത്വിക ജന്മമുള്ള ആളുകൾക്കാണ് എപ്പോഴും ഏറ്റവും താഴെ നിന്ന് ദീർഘശ്വാസത്തിന്, വയറിനും താഴെയുള്ള ശ്വാസം സാധിക്കുന്നത്. അതിങ്ങനെ മേലേക്ക് വരുന്തോറും ആളുകളുടെ ഇത് വ്യത്യാസപ്പെടുന്നു. അപ്പോൾ നമ്മൾ പട്ടാളക്കാരെയൊക്കെ കാണാറുണ്ട്. പട്ടാളക്കാരെയൊക്കെ വയറിൽ ബെൽറ്റ് മുറുക്കി കെട്ടിയിട്ട് അവരുടെ ശ്വാസം ഏറ്റവും മീതെയാണ് ഇരിക്കുക. ആ ഒരു രാജസിക് തലത്തിൽ ഏറ്റവും മുകളിൽ നിന്നുള്ള ശ്വാസം അത് അവരുടെ വേഗതയെയും അവരുടെ ആ ചടുലതയെയും അവരുടെ ആ ചിന്താപരമായ തലത്തെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ശ്വാസത്തിലൂടെ നിയന്ത്രിക്കുന്നുള്ളതാണ്. ഇതുപോലെ മിടിപ്പിലും അതുപോലെ തന്നെ നിയന്ത്രണമുണ്ട്. ആ മിടിപ്പും ശ്വാസവുമായി അതീവമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ നബ്സ് ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഇതിലൂടെ ഒരു മനുഷ്യൻ്റെ അവൻ എന്തിനു വേണ്ടിയാണ് അവൻ്റെ ജീവിതം, അവൻ ഏതൊരു ധർമ്മത്തിന് വേണ്ടിയാണ്, ഏതൊരു നിയോഗത്തിന് വേണ്ടിയാണോ ജന്മം കൊണ്ടത്, അത് ആ നിയോഗം ഏതൊരു ഘട്ടത്തിലാണോ നിലകൊള്ളുന്നത്, ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയും ആ മിടിപ്പിൽ നിന്ന്, ആ ശ്വാസത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ഈ ശ്വാസത്തെ, പ്രണയഭാജനത്തിൻ്റെ നാമം ഓരോ ശ്വാസത്തിലും ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു മീരാബായിയുടെ കവിതയെക്കുറിച്ചിട്ട്. ഓരോ ശ്വാസവും, ഓരോ ശ്വാസനിശ്വാസവും ജപമാലയായി നിന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ആ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ശ്വാസവും. ഒരാളുടെ പ്രണയം ഏതൊന്നിനാണോ, ഏതൊന്നിലേക്കാണോ, പദാർത്ഥ തലത്തിലെ കേവലം കാമനകളിൽ അഭിരമിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ മിടിപ്പ് അത് അതിനു വേണ്ടിയായിരിക്കും. അവരുടെ ശ്വാസവും നിശ്വാസവും അതിനു വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഈ ശ്വാസം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അൻഫാസിയായ ദിക്റിന് ഗുരുക്കന്മാർ കൊടുക്കുന്നത്. ശ്വാസത്തിലാണ് ആമന്ത്രണം ചെയ്യുക. ആ പ്രണയഭാജനത്തിൻ്റെ നാമം ആമന്ത്രണം ചെയ്യപ്പെടുന്ന മന്ത്രജപമായി, ശ്വാസമായി, മിടിപ്പായി നിരന്തരം നിരതമായിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥമായ അജപ ധ്യാനത്തിൻ്റെ, അജപമായ ജപത്തിനപ്പുറത്തുള്ള ആ പ്രണയമന്ത്രത്തിൻ്റെ ആ ഹൃദയതലം, ആ പ്രണയമന്ത്രം നിതാന്തമായി നിരതമായിരിക്കുന്ന ഒരു ധ്യാനാത്മകത സൃഷ്ടിക്കുക എന്നത് ഈ ആധ്യാത്മ വഴിയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ മിടിപ്പിലൂടെ അതിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് സാമാന്യമായി നാഡിമിടിപ്പ് പരിശോധിച്ചുകൊണ്ട് രോഗനിർണയം നടത്തുന്ന ഒരു പ്രാചീനമായ രീതിയുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തുടരുന്നുണ്ട്. അത് ചില മാനസിക ശാരീരിക തലത്തിലെ ചില ഭാഗങ്ങളെ അതിലൂടെ കണ്ടെത്താൻ കഴിയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ അധ്യാത്മ തലത്തിൽ ആ മിടിപ്പ്, ആ ശ്വാസഗതി എല്ലാം വളരെ പ്രധാനമാണ്. ആ ശ്വാസഗതിയിലൂടെ, മിടിപ്പിലൂടെ
ഒരാളുടെ ഹൃദയതലത്തെ അതിലൂടെ ബോധ്യപ്പെടാൻ, സ്വയം ബോധ്യപ്പെടാൻ, അതുപോലെ ഒരു ഗുരുമാർഗത്തിൽ ഗുരുവിന് അതിലൂടെ തിരിച്ചെടുക്കാൻ അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ ഭാഗങ്ങളിൽ വളരെ പ്രധാനമായി പറഞ്ഞു പോകുന്നത് ഖാർ ദർദിൽ. ഖാർ എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ്. ഇന്നലെയും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഹൃദയത്തിൽ തറയ്ക്കുന്ന മുള്ളുകൾ, കാലിൽ തറച്ച മുള്ളുകൾ പരിശോധിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കണ്ടെത്താൻ വളരെ ദുഷ്കരമാണ്. എന്നാൽ ഹൃദയത്തിൽ തറച്ച മുള്ളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹൃദയത്തിൽ തറച്ച മുള്ള് എന്നത് വളരെ പ്രധാനമാണ്. ആ വേദന പകരുന്ന ആ മുള്ള് ഹൃദയത്തിൻ്റെ വേദനയായിട്ടിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകന്റെ ഒരു വരിയുണ്ട്, അൽ ഹുസ്നു റഫീഖി എന്ന് പറയുന്നുണ്ട്. വേദന എൻ്റെ സഹചാരിയാണ്. നിതാന്തമായി അകമേ വേദനയുടെ ഒരു മിടിപ്പ് ഉണ്ടായിരിക്കുക, ആ വേദനയിലൂടെ സഞ്ചരിക്കുക, ആ വേദനയിലൂടെ ആ സർഗാത്മകമായ സൃഷ്ടിപരമായ വസന്തങ്ങൾ പുറത്തു വരിക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വേദനയുടെ വഴികളിലൂടെ, വേദനയുടെ വളരെ കഠിനമായ പാതകളിലൂടെ നടന്നെത്തിയ ആളുകൾക്ക് പലതിനെയും അതിജയിക്കാൻ കഴിയുന്ന ശേഷിയുണ്ടാകുന്നത്. അതിലൂടെയാണ് ലോകത്തുള്ള മഹാസർഗ സൃഷ്ടികളെല്ലാം ഉണ്ടായത്. അതിൻ്റെ എല്ലാം പിറകിൽ വേദനയുടെ ഒരു ചരിത്രമുണ്ട്. വേദനയിൽ നിന്നാണ് വേദമുണ്ടാകുന്നത്, ജ്ഞാനതലത്തിലേക്ക് നയിക്കുന്നത്. വേദനയിലൂടെ കടന്നു പോകാൻ ഭാഗ്യമില്ലാത്തവർ ഈ ലോകത്ത് ഏറ്റവും ദൗർഭാഗ്യവാന്മാരാണ് എന്ന് ഗുരുക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രണയത്തിന് ഇത്രത്തോളം ദീപ്തമായ വേദന നൽകിയിരിക്കുന്നത്. പ്രണയത്തിൻ്റെ നോവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന അതാണ്. ആ വിലപനത്തിൻ്റെ, വിരഹത്തിൻ്റെ നോവ്, ആ നോവാണ് ഒരു മനുഷ്യനെ അവൻ്റെ പ്രണയഭാജനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ്റെ ജീവനത്തിലേക്ക്, അവൻ്റെ പൊരുളിലേക്ക്, അവൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ നയിക്കുന്നത് ആ വേദനയാണ്. ആ വേദന ആ ഹൃദയത്തിനകമേ നിതാന്തമായി സ്പന്ദിക്കുമ്പോഴാണ് ആ പൊരുളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കാൻ കഴിയുന്നത്. എല്ലാ സർഗക്രിയകളും ആധ്യാത്മമായ ഒരു സഞ്ചാരത്തിലേക്ക് ഒരാൾ എത്തുന്നത്, ആ പ്രണയപ്രയാണത്തിലേക്ക് ഒരാൾ നിരതമാകുന്നത്, അങ്ങനെ ഒരു പ്രയാണമുണ്ടെന്ന അന്വേഷണത്തിലേക്ക് കാൽ വയ്ക്കാൻ സാധിക്കുന്നത് അവൻ്റെ അകമേയുള്ള ആ നോവാണ്. ആ നോവിൻ്റെ ഒരു മുള്ള് അവൻ അകമേയുണ്ട്. ആ മുള്ള് കണ്ടെത്തുക. ഖലീൽ ജിബ്രാൻ പറഞ്ഞത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഹൃദയത്തിലൊരു അമ്പേറ്റിരിക്കുന്നവനാണ് ഞാൻ. അത് പറിച്ചെടുക്കുന്നതും അതവിടെ നിലകൊള്ളുന്നതും വേദനയാണ്. ആ നിതാന്തമായ ആ വേദനയാണ്. ആ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്. ആ വേദന സഹചാരിയായവർക്കാണ് യഥാർത്ഥമായ സർഗക്രിയകളിലൂടെ, യഥാർത്ഥമായ പ്രണയഭാജനത്തിലേക്ക്, പല പല വഴികളിലൂടെ പ്രണയം അലഞ്ഞൊടുവിൽ യഥാർത്ഥ പ്രണയഭാജനത്തിലേക്ക് എത്തുന്നത്. ആ നോവിൻ്റെ ഫലമാണ്. ആ നോവ് എന്തിനാണത് നോവുന്നത് എന്നറിയുകയും ആ നോവിൻ്റെ സാരത്തിലേക്ക്, ആ നോവിൻ്റെ പൊരുളിലേക്ക് വഴി നയിക്കുകയും ചെയ്യുകയാണ് ഗുരുപ്രകാശത്തിൻ്റെ യഥാർത്ഥമായ നിയോഗം. അങ്ങനെ ആ വേദനയിൽ നിന്ന് ആനന്ദത്തിൻ്റെ പൂക്കൾ വിരിയിക്കുക, ആ ആനന്ദത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വേദനയാണ്. ഈ വേദനയുടെ വിത്തിലാണ് ആനന്ദത്തിൻ്റെ പൂക്കൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക. ആ വേദന വിത്തായി അതിൽ നിന്ന് അത് വളർന്ന് വൃക്ഷമായി ആ വിത്ത് വിരിഞ്ഞ്, ആ വിത്ത് പൊട്ടിമുളച്ച് വിരിഞ്ഞ് വിടർന്ന് അതിൽ വിരിയുന്ന പൂക്കളിലാണ്, ആ പൂക്കളാണ് യഥാർത്ഥ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ് ഓരോ ഹൃദയത്തിലുമുള്ള ആ വിത്തിനെ യഥാവിധം
പരിപാലിച്ച് വളർത്തുന്നവനാണ് ഗുരു. ആ ഉദ്യാനപാലകനാണ് ഗുരു. ആ ഉദ്യാനപാലകൻ ഓരോ ഹൃദയത്തെയും സൂക്ഷ്മമായി അതിൻ്റെ ഓരോ സ്പന്ദനത്തെയും അറിയേണ്ടതുണ്ട്. ആ സ്പന്ദനത്തിൻ്റെ ആ മിടിപ്പിനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ഏതൊരു വിത്താണ്, ഏതൊരു തലത്തിലാണ് അത് നിലകൊള്ളുന്നത് എന്നതിന് സൂക്ഷ്മമായി ഓരോ മിടിപ്പും ഓരോ സ്പന്ദനവും ശ്രദ്ധിച്ചുകൊണ്ട് ഗുരു തിരിച്ചറിയുകയും അതിന് ആവശ്യമായ വെള്ളവും വളവും നൽകി അതിനെ ആ വിത്തിനെ വിടർത്തിയെടുത്ത് അതിനെ വിരിയിച്ചെടുത്ത് ആ വിത്ത് പൊട്ടാതെ അതിൽ നിന്നൊന്നും വിരിയില്ല. വിത്ത് പൊട്ടാതെ അതിലെങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുക? കാരണം വിത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, അത് പൊട്ടണം. ആ വേദന അത് പൊട്ടിക്കുക, അത് പൊട്ടിച്ച് അതിലൂടെ വളർത്തിയെടുക്കുകയാണ് ഗുരുധർമ്മം. ഈ തലത്തെയാണ് ഇവിടെ ഗുരു പറയുന്നത്. അതിനെ കണ്ടെത്തുന്ന നിപുണരായ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാർക്കാണ് ആ വിത്ത് എന്തിൻ്റെതാണ്, എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് വളർത്തപ്പെടേണ്ടത് എന്ന് ആത്മാവിൽ അറിയുന്നത്. അങ്ങനെ ആ വിത്തിനെ അതിൻ്റെ പൂക്കളിലേക്ക്, അതിൽ പൂക്കൾ വിരിയിക്കുന്ന ഉദ്യാനപാലകന്മാരാണ് ഗുരു. ഹൃദയത്തിലെ മുള്ള് ആത്മപ്രകാശമില്ലാത്ത, സാധകരല്ലാത്ത എല്ലാവർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് ആ ഹൃദയവായ്പോടെ തീഷ്ണവേദയോടെ ഈ പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തിയായി കൊണ്ടുപോകാൻ കഴിയുക? അതുകൊണ്ടാണ് ആ ഗുരുപ്രകാശത്തിന് മാത്രം കാണാൻ കഴിയുന്നതാണത്. ആ തലത്തിലേക്കാണ് ഗുരു ഇവിടെ പറയുന്നത്. ആ വേദനയുടെ വിത്തിലാണ് ആനന്ദത്തിൻ്റെ പൂക്കൾ എന്ന് പറയുന്ന, ആ വേദനയിലാണ് വേദമെന്ന് പറയുന്ന, ആ വേദന ജാഗ്രതയിലേക്ക് ഉണർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ ശരീരത്തിലെ ഒരു വേദന, എന്തിനാണ് അങ്ങനെ ഒരു വേദന ഇല്ലായിരുന്നെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു കാലിൻ്റെ ഒരു പാർശ്വത്തിൽ ഉണ്ടാകുന്ന ഒരു വേദനയാണ് നമ്മുടെ ആ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശ്രദ്ധയിലാണ് ആ വേദനയെ, ശരീരത്തിൻ്റെ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും അതിൻ്റെ രോഗശമനത്തിനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യുന്നത്. ഓരോ വേദനയും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശമനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വേദനയിൽ നിന്നാണ്, അതീവ വേദനയിൽ നിന്നാണ് ഓരോ ജന്മവും ഈ ലോകത്ത് സംഭവിക്കുന്നത്. ആ വേദനയിലൂടെയാണ് ഓരോ കുഞ്ഞും ഇവിടെ ജനിക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ വേദനയെ ഒരാൾക്ക് ഒഴിവാക്കിയാൽ, ഇഫ് യു അവോയ്ഡ് പെയിൻ യു വിൽ മിസ് ഓൾ പ്ലഷേഴ്സ് ഓഫ് ദ ലൈഫ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ അനുഭൂതികളെയും നഷ്ടപ്പെടുത്തുന്നവനാണ് വേദനയെ നഷ്ടപ്പെടുത്തിയവൻ. അതുകൊണ്ടാണ് ചില വഴിത്താരകളിലൊക്കെ വറുത്ത വിത്ത് പോലെയാക്കുക എന്ന് പറയും. വറുത്ത വിത്ത് പോലെ ആയാൽ ഒന്നും അറിയാത്തവൻ, അവനെല്ലാ വേദനയും ഉപേക്ഷിച്ചു, അതോടുകൂടി അവനെല്ലാ ആനന്ദത്തെയും ഉപേക്ഷിച്ചു, ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളെയും ഉപേക്ഷിച്ചു. അപ്പോൾ ഈ വേദനയെ പൂർണ്ണ ഹൃദയത്തോടെ ഉൾക്കൊള്ളുക. ആ ഹൃദയത്തിൻ്റെ വേദനയിലൂടെ തന്നെ അതിൻ്റെ വിത്തിനെ വളർത്തുന്ന ഗുരുവഴികളിലൂടെ സഞ്ചരിച്ച് അതിലേറ്റവും വലിയ ദിവ്യാനന്ദത്തിൻ്റെ പൂക്കൾ വിരിയാൻ വേദനയുടെ നോവിൻ്റെ, ആ ഹൃദയ നോവിൻ്റെ വഴിത്താരയിലൂടെ, ആ പ്രണയത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തിലൂടെ ഗുരുവിൻ്റെ ആ കൈപിടിച്ചുകൊണ്ട് ഗുരുവഴികളിലൂടെ നടന്ന് മുന്നേറുക എന്നാണ് ഇവിടെ മഹാഗുരു നമുക്ക് ഉണർത്തിത്തരുന്നത്. നമ്മുടെ ഒരു പുസ്തകത്തിലുണ്ട്, ഒരാൾ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ലോകത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ആരാണ്? ഏറ്റവും പരാജയപ്പെട്ടവൻ ആരാണ്? അപ്പോൾ അതിന് മറുപടി പറയുന്നത്, ഒരിക്കലും പരാജയത്തിൻ്റെ രുചി അറിയാൻ ഭാഗ്യമില്ലാത്തവനാണ്. പരാജയത്തിൻ്റെ രുചി അറിയാൻ ഭാഗ്യമില്ലാത്തവനാണ് ഈ ലോകത്ത് ഏറ്റവും പരാജയപ്പെട്ടവൻ. കാരണം പരാജയത്തിൻ്റെ രുചി അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഇങ്ങനെ വളരെ വിരുദ്ധമായി ഒരു വിരോധാഭാസം പോലെയാണ് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങളെ ആ ദൈവിക ശക്തി ഒളിച്ചു വെച്ചിരിക്കുന്നത്. വൈരുദ്ധ്യങ്ങളിലാണ്. ആ വൈവിധ്യങ്ങളിലൂടെ, ഇത്രമേൽ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്തിരിക്കുന്ന വൈരുദ്ധ്യങ്ങളിലൂടെ പൊരുളുകളെ വിടർത്തി തരുന്നവരാണ് ആ മഹാപ്രകാശം. അങ്ങനെയാണ് ആ പൊരുളുകളെ വിടർത്തുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇതിനെ, വേദനകളെ, ആ ദുഃഖങ്ങളെ എല്ലാത്തിനെയും നിഷേധിക്കുകയല്ല, അതിനെല്ലാം ആശ്ലേഷിച്ചുകൊണ്ട്, അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പൊരുളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ ആനന്ദത്തിലേക്ക് എത്തുന്നത്. ആ നോവിൻ്റെ, ആ ഹൃദയ നോവിൻ്റെ ആ വിലപനത്തിൽ നിന്നാണ് യഥാർത്ഥ പ്രണയ സംഗമത്തിൻ്റെ ആ ആനന്ദമൂർദ്ധതയിലേക്ക്,
ആനന്ദത്തിൻ്റെ ആ മൂർത്തിമത് ഭാവത്തിലേക്ക് ഹൃദയത്തെ ഉണർത്താൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പൊരുൾ. അതുകൊണ്ട് ഇവിടെ ഗുരു മിടിപ്പിലൂടെ, ആ ശ്വാസത്തിലൂടെ ആ പൊരുളിനെ അറിയുകയാണ്. ആ ഹൃദയത്തിൽ തറച്ച മുള്ള് ഏതാണ്, എന്തിനോടാണ് ആ കാമനകൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാമനകൾക്കുള്ള ശമനം നൽകുകയും അതിലൂടെ യഥാർത്ഥ പ്രകാശത്തിലേക്ക് ആ മനസ്സിനെ, ആ ഭൗതിക പദാർത്ഥ തലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഭ്രമത്തിൽ ലയിച്ചു പോയ, അതിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ അവിടെ നിന്ന് മുക്തമാക്കി പ്രകാശത്തിലേക്ക് വഴി തിരിച്ചു വിടുകയാണ് ഇവിടെ ഗുരു ചെയ്യുന്നത്. ആ വഴി തിരിച്ചു വിടാനുള്ള ആദ്യത്തെ ആ ശ്രമമാണ് അതിൻ്റെ മിടിപ്പിലൂടെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ, ഏതൊന്നിലാണോ അത് കുടുങ്ങിക്കിടക്കുന്നത്, അതിൻ്റെ ഹൃദയ നോവുകൾ എന്തിനു വേണ്ടിയാണോ, ഹൃദയസ്പന്ദനം എന്തിനു വേണ്ടിയാണോ മിടിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിലൂടെ വെട്ടേണ്ടത് വെട്ടുകയും കൊള്ളേണ്ടത് കൊള്ളുകയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് വിവേചനത്തോടെ അതിനെ വേർപ്പെടുത്തേണ്ടതിനെ വേർപ്പെടുത്തിയും സ്വാംശീകരിക്കേണ്ടതിനെ സ്വാംശീകരിച്ചും ആ ഗുരുപ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തുടക്കമായിട്ടാണ് ആ മിടിപ്പിലൂടെ ഗുരു ആ മനസ്സിൻ്റെ ആ കാമനകളെ, അതിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ, അതിൻ്റെ ബന്ധനത്തെ തിരിച്ചറിഞ്ഞ് അതിനെ സംശുദ്ധിയുടെ വഴിത്താരയിലൂടെ നയിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇത് തന്നെ ഗുരു അടുത്ത ഭാഗങ്ങളിൽ ആ ഹൃദയ വഴിയെ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെ ഗുരു ആ വേദനയെയും അസ്വസ്ഥതയെയുമുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് യഥാർത്ഥമായ അതിൽ നിന്ന് മുക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ്. ആ പെൺകുടിയോട് കഥകൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ആ മനസ്സിൻ്റെ ദീപ്തമായ ഭാവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇരുൾ നിറഞ്ഞ വഴിത്താരകളെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇരുൾ നിറഞ്ഞ വഴിത്താരകളിലേക്ക് പ്രകാശം അടിച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കിക്കൊണ്ട് പൂർണ്ണമായ ഹൃദയത്തിൻ്റെ ആ നോവിലൂടെ അതിൻ്റെ ആനന്ദത്തിലേക്ക്, അതിൻ്റെ ആധ്യാത്മമായ പൂർണ്ണപ്രകാശ മാർഗത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ് ഇതിലൂടെ ഗുരു ചെയ്യുന്നത്. ആ വചനങ്ങളിലൂടെ നമുക്ക് അടുത്ത ദിവസം കടന്നു പോകാം. എല്ലാവരോടും സ്നേഹം.